ഇപ്പൊ ഇവിടെ നിൽക്കൂലാത്ത എൻ്റെ കൂടെ എന്നാ വലിയ ചേട്ടായി ആയോണ്ടാണോ? മനസ്സ് വലിയ ചേട്ടായി ആയി. പാലസിനെ കൊഞ്ചിച്ചോണ്ട് വന്നപ്പോ എൻ്റെ അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇടാൻ കുറെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്കില്ലേ നറുക്കിട്ടെടുക്കാം. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല മധുരതരമായ സ്വാഗതം. വേറൊന്നുമല്ല, പഞ്ചസാര. ഞാനിപ്പോൾ രാവിലെ 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. കുറേ പഞ്ചസാര ഇട്ടു എന്നൊക്കെ തോന്നാം, പക്ഷെ സ്പൂൺ വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ചായ, ഒരു കപ്പ് ചായ എടുത്തിട്ടുണ്ട്. അടുക്കള ജോലിയിലേക്കൊക്കെ കടന്നു. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു മോർണിംഗ് കിച്ചൺ കൂടി ആകാമെന്ന് വിചാരിച്ചു. ചായ പാത്രങ്ങളൊക്കെ നമ്മൾ ഊട്ടി കാണണം. ഇപ്പം നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇടിയപ്പം അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കിയിട്ട് ഞാൻ വരാം. ഇതിന് മുമ്പായിട്ടേ കറിക്ക് വേണ്ടിയിട്ട് പീസ് കടല അങ്ങടപ്പത്തേക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് സാധനം വെന്ത് കിട്ടും. തവണ കിടന്ന് തിളയ്ക്കാനുള്ള ഇത് കഴിച്ചിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് കൂടി കിടണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടുതലിട്ടു. ഇത് നേരെ ഇനി അടപ്പിൻ്റെ തട്ടിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ ഇടിയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. കുഞ്ഞുവിന് ഇടിയപ്പങ്ങൾ ഇടയ്ക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒറ്റയടിക്ക് അത് വെന്ത് കിട്ടും. ഞാൻ അങ്ങനെ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. എളുപ്പമുണ്ടല്ലോ. എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം ഇടിയപ്പം. ഒറ്റയടിക്ക് അങ്ങോട്ട് വെച്ചാൽ അത് ആദ്യം അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. നമുക്ക് അടുത്ത എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിന് പോവുകയും ചെയ്യാം. വലിയ പാടുകളൊന്നുമില്ല. അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്തിട്ട് വെള്ളം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിലേക്ക് ഇടിയപ്പം വെച്ച് കൊടുത്തു. ഇത് ഒരു തവണത്തേക്കും കൂടെ ഇളമാവുണ്ട്. അത് നമുക്കിതിനകത്ത് കുത്തി നിർത്താം. എൻ്റെ ഒച്ച പോയിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തോടു കൂടി എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു. ചിലപ്പോൾ ആ ഗുളികയുടെ ഒക്കെ എഫക്റ്റ് ആയിരിക്കാം കേട്ടോ, അല്ലേ? ചേട്ടൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ചേട്ടൻ മീൻ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചേട്ടൻ മീന് വെള്ളത്തിയിട്ട് ലയിപ്പിച്ച എനിക്ക് മീൻ വറുത്ത് തരുന്ന ജോലി ചേട്ടൻ്റെ ആണ്. ഒരു ഇത്രയും ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ കൊഴുക്കട്ട ആക്കുന്നതായിരിക്കും പഞ്ചസാര വെച്ച്. 2 ട്രിപ്പ് ഇടിയപ്പം, ഒരു 3 കൊഴുക്കട്ട ഉണ്ടാക്കാമെന്നാണ്.
നോക്കട്ടെ എത്ര കൊഴുക്കട്ട ഉണ്ടാക്കാം. ഇതേ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2-3 കൊഴുക്കട്ട ഉണ്ടാക്കാം. ആ ഇടിയപ്പം വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് നിങ്ങൾ വെച്ചാൽ പോലെ. വാഴ നനയ്ക്കുമ്പോൾ ചീര കൂടി നനഞ്ഞാൽ എന്താണ് നമുക്ക് കുഴപ്പം. ഉണ്ടയാക്കി വയ്ക്കാനല്ല, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാനായിട്ട് ശർക്കര എടുക്കണില്ല, അതിന് സമയമില്ല. പഞ്ചസാര വെച്ച് ഫില്ല് ചെയ്യും. തേങ്ങ പഞ്ചസാര വെച്ചാൽ കുഴപ്പമുണ്ടോ ചേട്ടാ? ഉണ്ടോ? ഒച്ചയൊക്കെ അടഞ്ഞു പോയോണ്ടേ സംസാരിക്കാൻ പറ്റണില്ല. സംസാരമാണ് എൻ്റെ ആയുധം. കോളേജിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും വാക്കാണ് എൻ്റെ ആയുധം. അപ്പോൾ ഫില്ല് റെഡിയാക്കാവേ. ഫില്ല് റെഡിയാക്കാനായിട്ട് പാത്രം എടുത്താൽ കുറച്ച് തേങ്ങ മതി. കുറച്ച് തേങ്ങ എടുത്ത് ശർക്കരയാണ് ഒന്നുകൂടെ നല്ലതല്ലേ? ശർക്കര ഉണ്ട്, പിന്നെ ശർക്കര ആരോഗ്യത്തിനും അതാ നല്ലത്. എന്താ ശർക്കര കേട്ടോ. കത്രികയ്ക്കൊക്കെ എന്നാ ഒരു പിടുത്തം. കത്രികയ്ക്കൊക്കെ എന്നാ ഒരു പിടുത്തന്ന് മൂർച്ചയില്ല. കുഞ്ഞു പീസ് ശർക്കര ഇട്ടിട്ടുണ്ട്. എൻ്റെയും ശർക്കരയുടെയും ഭാഗത്ത് ഉരുക്കി ഒഴിച്ചുള്ള സെറ്റപ്പിനൊന്നും ഉണ്ടാക്കുള്ള നമ്മൾ നോർമൽ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഓരോ കുക്കിംഗ് ഒക്കെ ചെയ്യണതാണ്. പീസുകളെല്ലാം വെന്തിട്ടുണ്ട്. വിസിലടിച്ച് അല്ലെങ്കിൽ ശർക്കരയുടെ മണടിച്ച് മുമ്പ് വരും. ഞാൻ ഇടയ്ക്ക് ലോകത്തിലേക്ക് നോക്കും. സമയം പോയോ സമയം പോയോ സമയം പോയോ. ഞങ്ങളുടെ കോളേജിൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഇന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ സെലിബ്രേഷൻ ഉണ്ട്. ഞങ്ങളുടെ കോളേജും അതിൽ പങ്കാളികളാക്കുന്നുണ്ട്. കോളേജ് മാത്രമല്ല, ഐഎസ്എൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫുള്ളായിട്ടും ദ ഹോൾ ഐഎസ്എൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് മത്സരങ്ങളുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഫേസിൽ പല രാജ്യങ്ങളുടെയൊക്കെ ഡിസൈൻ വരച്ച മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും പിങ്ക് കളർ സാരി കൊടുത്തു വരാനായിട്ട് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അങ്ങനെങ്കിൽ നല്ലതായിരിക്കും എന്ന്. സാരി ഉണ്ട്, ബ്ലൗസൊന്നും കയറത്തില്ല. വണ്ണം വെച്ച് പുതുതായിട്ട് തയ്ച്ചതും കയറില്ല. എല്ലാം ഒരുമാതിരി കല്യാണപ്പുറത്ത് തേങ്ങ മതിയിരിക്കും. സാരി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കയറുമെന്നറിയില്ല. വേറെ സാരി എനിക്ക് ഇഷ്ടമായിരുന്നു. ഇനി ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ട് മഴയാണെന്ന് തോന്നുന്നു. അല്ലേ ചേട്ടാ? പിങ്ക് കളറിട്ട് ചുരിദാറിട്ടില്ല. പീച്ച് കളറാണ് ഞാൻ പൊളിച്ചേന്. പീച്ച് 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 പീച്ച്. എനിക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് വേണം ചേട്ടന് മീൻ മറക്കാൻ. അപ്പോൾ കൊഴുക്കട്ട തിന്നണമെന്ന് ആഗ്രഹമുള്ളവർ
കൊഴുക്കട്ട തിന്നിട്ട് ഇടിയപ്പം തിന്നണമെന്ന് ആഗ്രഹമുള്ളവർ ഇടിയപ്പം തിന്നട്ടെ. ഞാനൊരു ഇച്ചിരി നേരത്തേക്ക് റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. കാരണം പീസ് കറിയൊക്കെ വെച്ചു. ഇനി മോര് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തുവാ അതിൻ്റെ പേര് ചേട്ടാ? വെള്ളരിക്ക. എന്നാ ചേട്ടാ മറന്ന് പേര് കിട്ടിയില്ല പെട്ടെന്ന്. വെള്ളരിക്ക ഒക്കെ അടുപ്പത്ത് വെച്ചേക്കുവാ, ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. ജലദോഷം അങ്ങ് പൂർണ്ണമായിട്ടും മാറുന്നില്ല. എന്ത് ചെയ്യും? ഞാന് അപ്പോ എന്റെ വെള്ളരിക്ക പെട്ടെന്ന് വെള്ളരിക്കയ്ക്ക് നല്ല വേവൊന്നുമില്ലല്ലോ, 2 വിസിലടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പീസ് കടലക്കറി ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടം. വേറെ നോൺ വെജിൻ്റെ ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ ഇടിയപ്പം ചിക്കൻ, ഇടിയപ്പം ബീഫൊക്കെ കൂട്ടി കഴിക്കാനേ ഇഷ്ടം. പക്ഷേ പീസ് കടലക്കറി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചിക്കനും ബീഫിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല. ഇവിടെ ഇപ്പം നമുക്ക് അംഗസംഖ്യകളൊക്കെ കൂടുതലാണ് കേട്ടോ. ഇപ്പം 2 പട്ടിക്കുഞ്ഞ്, 3 പട്ടിക്കുഞ്ഞ്, 2 പട്ടിക്കുഞ്ഞുണ്ട്. നമ്മുടെ മാക്കും ഉണ്ട്. മാക്കുവിന് പട്ടിക്കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല. മാക്കു ഇപ്പോൾ വലിയ ചേട്ടായി ആയില്ലേ. നമ്മുടെ കൊഴുക്കട്ട വേണ്ട, ആൻസൂട്ട ഇടിയപ്പം എടുക്കാതെ കൊഴുക്കട്ട എടുക്കണ കാണാതെ. നടുക്കിരിക്കട്ടെ ലുക്ക്. നമ്മുടെ മോരുകറിയാണ്. മോരുകറിയിൽ നമുക്ക് കടുക് പൊട്ടിക്കാറുണ്ട്. കടുക് പൊട്ടിക്കാതെ മോരുകറി കണ്ട ഒരു ഭംഗിയില്ല അല്ലേ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം. തിളക്കരുത്. മോരിട്ടിട്ടുണ്ട്, തിളയ്ക്കാതെ ഒന്ന് ചൂടായാൽ മതി. ഏകദേശമൊക്കെ ചൂടായിട്ടുണ്ടല്ലേ. മാറ്റിയിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം അതാ നമ്മുടെ പീസ് കടലക്കറി പിന്നെ നമ്മുടെ മോരുകറി ഒക്കെ നമുക്ക് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ആൻസൂട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കപ്പിയൊക്കെ ഇടിച്ചാ കൂടൊക്കെ വൃത്തിയാക്കുക ഇല്ലേ? അവക്കെ ചെയ്യാൻ ഓ നീ വലിയ പുള്ളി ആയല്ലോ. നീ എന്നെ ഇപ്പൊ ഇവിടെ നിൽക്കൂലാത്ത എൻ്റെ കൂടെ എന്നാ വലിയ ചേട്ടായി ആയതുകൊണ്ടാണോ? ആൻസ് വലിയ ചേട്ടായി ആയി. പാരൻസിനെ കൊഞ്ചിച്ചോണ്ട് വന്നപ്പോൾ എൻ്റെ കടുകൊക്കെ പോയേനെ. അങ്ങനെ ചേട്ടൻ മീൻ വറുത്തതും ഉണ്ടാക്കി തന്നു. എൻ്റെ പയറു തോരനും റെഡിയായി. മോരുകറി, പീസ് കറി, ചായ. വാവ്. അയ്യോ ചുമ വരുക. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. കാരണം പിങ്ക് സാരി ഉടുക്കണം എന്ന് പറഞ്ഞു. പിങ്ക് സാരിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇടാനായിട്ട് ബ്ലൗസ് ഇല്ല. അവസാനം ഇത് പിങ്ക് ആണെന്ന് ആൻസ് പറഞ്ഞത് കൊണ്ട് മാത്രം ലൈറ്റ് പിങ്ക്. ഇതിന്റെ ബ്ലൗസ് കയറി ലൈറ്റ് നോക്കിയാൽ ഇത് പിങ്ക് അല്ലേ? ഇത് റോസാണോ ചേട്ടാ? ആ പിങ്കിന്റെ കൂടെ നിൽക്കാം. എന്നിട്ട് ഞാനൊരു ഗോൾഡൻ കളർ ബ്ലൗസും എടുത്തിട്ട് ആദ്യം ഒരു സാരി ഉടുത്ത് ഫ്രില്ല് വെച്ചത്. എനിക്കത് എന്താ ഉടുത്തിട്ട് അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഇച്ചിരി മെലിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. എനിക്ക് വലിയതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഡയറ്റ് നോക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ വാശിയോടുകൂടി ഡയറ്റ് നോക്കുന്നതായിരിക്കും. 7 മണിക്ക് ശേഷം ഫുഡ് കഴിക്കണോണ്ട് അതിന് 7 മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. 7 മണിക്ക് ശേഷം കഴിക്കണോണ്ടാ. ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. തറവാട്ടിൽ പോണതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടാ പോണേ. മനസ്സിലായോ? എനിക്ക് വൈകുന്നേരത്തേക്ക് ഫുഡ് ഇല്ലെങ്കിൽ ചേട്ടൻ ഇച്ചിരി കഞ്ഞി വെച്ചാലേ കേട്ടോ. ഞാനത് 7 മണിക്ക് മുമ്പ് എടുത്ത് കഴിച്ചോളാം. പറ്റുമോ? പറ്റൂലെന്ന് പറ.
ചോറ് വേണമെന്നില്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. വേറെ തന്നെ ഒന്നുമില്ല, പിന്നെ ഉണ്ടാക്കണ്ടേ. ശരി, ഞാൻ വന്നതിന് ശേഷമായിരിക്കും ഇന്ന് തന്നെ കുഴപ്പമില്ല. നാളെ കോളേജില്ലല്ലോ. എവിടെ ആരണ്ട് മരിച്ചുപോയി, ഒരു അപ്പൂപ്പൻ. അപ്പൊ ചുമ വരുക, മരുന്ന് കഴിച്ചിട്ടൊന്നും ചുമ പോണില്ല. എന്നാ ചെയ്യണമെന്ന് ഓർക്കണം. മഴയാ ഇന്നത്തെ സെലിബ്രേഷൻ. ഫിഫ വേൾഡ് കപ്പിന് ഉള്ള സെലിബ്രേഷൻ എന്തോ ആവോ ഈ മഴയത്ത്. പ്രിൻസിപ്പൽമാരും സ്റ്റുഡൻസും തമ്മിലുള്ള ഫുട്ബോൾ മീറ്റ് പ്രോഗ്രാം. ഇന്നലെ ഫേസ് പെയിന്റിങ് ആയിരുന്നു. ഒരു കൊച്ച്, രണ്ട് പിള്ളേർ വീതം, ഒരു കൊച്ച് പെയിന്റ് ചെയ്യും, ഒരു കൊച്ച് ഇരുന്ന് കൊടുക്കും. അതായത് ഈ വേൾഡ് കപ്പിനോടനുബന്ധിച്ചൊക്കെ കാണാൻ പോകുന്ന ഒരു ഫേസിലൊക്കെ ചായ അടിക്കൂലേ, അവരുടെ ഇഷ്ടപ്പെട്ട ടീമിന്റെ കളർ ജേഴ്സിയുടെ അവരുടെ ലോഗോയൊക്കെ അടിച്ചു വെക്കൂലേ, അങ്ങനത്തെ അതിന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു ഇന്നലെ. എനിക്ക് ചുമ കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല, കാണാനൊന്നും പോയില്ല. ഒരു കൊച്ച് സ്റ്റാഫ് റൂമിൽ കയറി വന്നപ്പോൾ മാത്രം കണ്ടു. എനിക്ക് വയ്യായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഡോളോ കഴിക്കേണ്ടി വരും, കാരണം എനിക്കൊരു മൂക്കൊലിപ്പ് പോലെ തോന്നണുണ്ട്, ജലദോഷം. എനിക്ക് ജലദോഷം വന്നാൽ നല്ല രീതിയിൽ പനിച്ചേ മാറത്തുള്ളന്നേ. അയ്യോ, മിണ്ടാതിരിക്കുവാണോ? ഞാന് ജലദോഷം വന്നല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. സങ്കടം വന്നു. ജലദോഷം അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഇടാൻ കുറെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്കില്ലേ നറുക്കിട്ടെടുക്കാവേ. നറുക്കിട്ടെടുക്കുമ്പം രണ്ടുപേര് വീതം നറുക്കിട്ടെടുക്കാം. രണ്ടുപേരായിട്ടേക്കുന്നേ. അപ്പൊ രണ്ട് പട്ടികൾക്കുള്ള പേര് കുറെ പേരിട്ടിട്ടുണ്ട്, ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പേപ്പറിൽ നമുക്ക് ഇങ്ങനെ 2 പേരെഴുതണം. ഇപ്പൊ ചോട്ടു മോട്ടു അങ്ങനെ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പേരുകൾ എഴുതിയിട്ട് ഒരെണ്ണം എടുക്കണം. അത് 2 ആൺപട്ടികളാ. അല്ലത് ആൺപട്ടിയാ. ഞാൻ ഇന്നലെ കണ്ട് പൊക്കി നോക്കി. ഇതേ സാധനം ഇവിടെയായിരുന്നു പിടിപ്പിക്കണ്ട. ഇവിടെ എങ്കി ഇങ്ങനെ വെച്ചാ മതിയായിരുന്നു. നോക്കാ. അല്ല അത് ഊരി വെക്കാലോ. അതിനോനെ അതിനാ തല ഒട്ടിക്കുന്നല്ലേ ഗ്ലാസ്സില്. പശ അല്ലാതെ ഒരു സാധനം ഇങ്ങനെ ഇവിടെ വെച്ചാലും മതി. അത് ഇവിടെ വെക്കുന്നുണ്ടല്ലോ. ഒന്ന് നോക്കണം. എങ്കിൽ പിന്നെ കാറിൽ പോകുമ്പോ ഇങ്ങനെ വെച്ചാ മതി അല്ലേ. നമുക്ക് സംസാരിക്കുകയോ ചെയ്യാം, ഇങ്ങനെ വെച്ചാൽ റീല് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എന്റെ സാരി നല്ലതാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഈ സാരി എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് അല്ലശ്രീ TTCയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് എടുത്ത ഒരു സാരിയായത്. അത് ഞങ്ങൾ പല കളറിലാണ് എടുത്തതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പിങ്കാ എടുത്തെങ്കിൽ സെലീന മിസ് എടുത്തത് ലാവണ്ടർ കളറായിരുന്നു. പിന്നെ ത്രേസ്യ മിസ് എടുത്തത് ഇതിൻ്റെ ബ്ലാക്കോ അങ്ങനെ എന്തോ ഒരു കളറായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു കളറാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇരിപ്പുണ്ട്, അത് കാണുമ്പം അറിയാൻ പറ്റും. ത്രേസ്യ മിസ് എടുത്തത് ഇതിൻ്റെ ഗ്രീൻ ആയിരുന്നു. പിന്നെ ആര്യ മിസ്, ലക്ഷ്മി മിസ്, ഞങ്ങൾ എല്ലാവരും ഇതെടുത്ത് ഫോട്ടോ എടുത്തു. പക്ഷെ ലക്ഷ്മി മിസ് മാത്രം അത് ഉടുത്തോണ്ട് വന്നില്ല. ലക്ഷ്മി വേറെ സാരി ഉടുത്തോണ്ടാണ് വന്നത്. എല്ലാവരുടെ സാരി ഞാനും സെലീന ഏകദേശം മാച്ചിങ് ആയിരുന്നു. ത്രേസ്യ മിസ്സിൻ്റെ ഒരു ഗ്രീൻ ബ്ലൂ ആയിരുന്നു, ഒരു നീലപ്പച്ച. പിന്നെ ആര്യ മിസ്സിൻ്റെ സാരിയുടെ കളർ എന്താണെന്ന് ഓർക്കുന്നില്ല, ഫോട്ടോയൊക്കെ ഉണ്ടാകുന്ന നോക്കിയാൽ അറിയാം. ഇതിൻ്റെ തന്നെ ബ്ലൗസാണ് എനിക്ക്, ഇത്രയും ഹാഫ് കൈയൊക്കെ ആയിട്ട് നിറച്ച് മിററൊക്കെ പിടിപ്പിച്ച ബ്ലൗസാണ്. അതിന് ഇനി ഞാൻ തന്നെ തയ്ച്ചത് കൊണ്ട് ഇനി കൂട്ടിപ്പിടിപ്പിക്കാനൊന്നും ഇനി സ്ഥലമില്ല. അതാണൊരു പ്രശ്നം.
അങ്ങനെ പട്ടയം കവലയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ സത്യത്തില് മഴയില്ലെന്ന് തോന്നുന്നു അല്ലേ? വാ, കണ്ണട വെക്കാത്തത് കൊണ്ട് ഞാൻ കണ്ണടി എടുത്തോ നോക്കട്ടെ. കാരണം കണ്ണാടി ഞാൻ ആ ടേബിളിൽ ഊരി വെച്ചേക്കുമായിരുന്നു. കണ്ണാടി ടേബിളിലെ ഊരി വെച്ചേക്കുമായിരുന്നു. കവർ എടുത്ത് ബാഗിലേക്ക് ഇട്ടു, പക്ഷെ കവറിനകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. കണ്ണാടി ഇല്ലെങ്കിൽ എനിക്കൊന്നും കാണാൻ പാടില്ല. തലവേദന ഉറങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനവിടെ ബോധം കെട്ട് വീണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ പോയി വീട്ടിൽ പോയി വീണ്ടും കണ്ണാടി എടുത്തുകൊണ്ട് തരണം. ഇത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കല്ലേ പോണേ? ആണോ? നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ ആടിന് എല്ലാം തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് മില്ലടുത്ത് പോകണ്ടോ? ഇന്നോ ഈ മഴയത്തോ? ഞങ്ങളൊന്നും കപ്പയ്ക്കകത്ത് നാളെ പോവാൻ ചേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ. ഈ ഒരു സാരി ബ്ലൗസ് തയ്ച്ചോടുകൂടി ഞാൻ ഭയങ്കര അന്യായ തയ്യൽക്കൂലിയായിരുന്നു. അന്ന് എത്ര വർഷം മുമ്പാ, 10 കൊല്ലത്തോളമായി ഈ സാരി ബ്ലൗസ് തയ്ച്ചിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. 8-9 കൊല്ലമായിട്ടുണ്ട്. അതോടുകൂടി ഞാൻ ഇതിന് ബ്ലൗസ് കഴുത്തിങ്ങനെ മലച്ചു പോയി. ഇവിടെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മലച്ചു പോയി. എനിക്ക് അത്ര മലച്ചിരിക്കണ ഇഷ്ടമല്ല. ഇവിടെ ഓക്കെ, പക്ഷെ ബാക്കിലേക്ക് മലച്ചു പോയി. ബാക്കിലേക്ക് ഫ്രണ്ട് കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ പുറം കഴുത്ത് ഇറക്കിയാൽ വെട്ടണമെങ്കിൽ ഫ്രണ്ട് കഴുത്ത് ഒത്തിരി ഇവിടെ ഇറക്കരുത്, മലച്ച് കളയരുത്. അങ്ങനെയുണ്ട്. പക്ഷെ അതോടുകൂടി ഞാൻ ബ്ലൗസ് തയ്യൽ പുറത്ത് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കി. ഇപ്പോൾ ഒരു സാരി ബ്ലൗസൊക്കെ 750 രൂപയൊക്കെ ചേട്ടാ. ആ, 750 രൂപ തയ്ക്കാൻ മാത്രമായിട്ട്. 750 രൂപ. തുണിക്ക് വേറെ, ലൈനിങ് തുണിക്ക് വേറെ. 100 രൂപയുടെ സാരി 750 രൂപയ്ക്ക് ബ്ലൗസ്. അതുകൊണ്ട് ഞാൻ തന്നെ തയ്യലാക്കി. ഇപ്പം തയ്ച്ചിട്ട് കുറേ നാളുമായി. ഒന്ന് വന്നിട്ട് തയ്ക്കും ഇച്ചിരി കേട്ടോ. അതവിടെ ഇരിപ്പുണ്ട്. പിന്നെ നല്ല ഒരു ഒരു പരസ്യമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സാരി കളക്ഷൻസ്, കുർത്തി കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അത് മിക്കവാറും ഞാൻ ഞായറാഴ്ച ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുക. അതങ്ങനെ പറയാൻ പറ്റുമോ? സർപ്രൈസ് അല്ലേ? അപ്പം ഞാൻ കോളേജിൽ പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ഇൻ ദ സ്ട്രീംസ്. ബൈ.